വല്ലാത്തൊരു കഷ്ടം തന്നെ. ഈ കൊച്ചിന് വേറെ പപ്പയും വാങ്ങിയ പോരെ. ഇതിനിപ്പോ എന്തിനാ മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്താനായിട്ട്? എവിടെ പോയി കിടക്കാനാവോ ഈ നായ്ക്കുട്ടി? എടാ ബ്രൂണോ, എവിടെയുണ്ടല്ലോ, ഒന്നും വാടാ. ഷാനേ, ഈ ബ്രൂണോ എവിടെ? ബ്രൂണോ, ബ്രൂണോ, ബ്രൂണോ. ഇതേതാ പറ്റി? ആ, ഇതല്ലേ ബ്രൂണോ? നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോടാ ബ്രൂണോ? വാട മോനെ കുട്ട, വീട്ടിൽ പോവാം. പറഞ്ഞു കൊടുക്കാൻ നേരം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ പട്ടിണ്ടെന്ന്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ നേരിയ. നീ പറ നേരിയ. അപ്പൊ അതേന്ന് പറഞ്ഞ ചില പേപ്പർ രണ്ടുപേരും കൂടി അടിയോ? ഇത് പറ്റിയ ചാൻസാ. അതെ, അതെ, ഇവിടെ എനിക്ക് വിളിച്ചു പറഞ്ഞേ ഇവിടെ നിന്റെ പട്ടി ബ്രൂണോ ഉണ്ടെന്ന്. ഇവിടെ ടാക്സി ഡ്രൈവറാ വിളിച്ചേ. ഒന്നും പറയണ്ട, നീ നിർത്തിക്കോ. ഓക്കെ, നീ ഞങ്ങൾ ചതിച്ചു അല്ലേ? ഇല്ല, എനിക്ക് ഇവിടെ വിളിച്ചു പറയാനുള്ള സമയം നീ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും വിളിച്ചു പറയാനാ? നിനക്ക് ഇതിന് മുമ്പേ ഡൗട്ട് ഉണ്ടെന്ന് നീ പറഞ്ഞതല്ലേ? നീ ഇങ്ങനെ ഞങ്ങൾ ചതിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. എന്തൊരു സ്വഭാവമാണ് നിന്റെ. നിന്നെയൊക്കെ വിശ്വസിച്ച എന്നെ വേണം തല്ലാൻ. എനിക്കിപ്പോ നിങ്ങളുടെ അടയല്ലേ പ്രധാനം. എനിക്ക് എന്റെ ബ്രൂണോ വേണം. നിന്റെ ഏത് ബ്രൂണോ? വിളിച്ച് പഠിച്ചവളടുത്ത് ചോദിക്കേ, അവൾ തരും നിനക്ക് ബ്രൂണോനെ. നിന്റെ ഒരു ബ്രൂണോയും ക്രൂണോ ഇവിടെ ഇല്ല. ഉണ്ട്, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടതാ. കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങള് അതിന് ഒന്നും മാറ്റി പറയാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? നീ കേട്ടത് എന്തായാലും ഞങ്ങൾക്ക് ഒന്നുമില്ല. എന്തായാലും തൽക്കാലം നീ ഇവിടുന്ന് പോയിക്കോ. നിനക്ക് ഇവിടുന്ന് ആരും തരാൻ പോകുന്നില്ല. നിന്റെ പട്ടിയാണെന്നാണ് എന്റെ തെളിവ് നിന്റെ കയ്യിലുള്ളത്. ഞാൻ ബ്രൂണോ എന്ന് വിളിച്ചാ അവൻ ഓടി വരും. ചാലഞ്ച് ഫോർ യു. എന്നാ നീ വിളിക്കേ, ബ്രൂണോ വന്നാ കാണാം. നിന്റെ ക്രൂണോ അത് ഞങ്ങളുടെ ടോമ. അതെ, എന്റെ ബ്രൂണോയാ. പക്ഷെ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിട്ടില്ല. എന്തിനാ നീ കള്ളം പറയുന്നേ? അനു, നീ ഇവള് പറയുന്നത് വിശ്വസിക്കാനോ? ഇവള് ദുഷ്ടയാ. ഇവള് വിശ്വസിക്കാനോ? നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കോ, എനിക്കൊന്നും അറിയണമെന്നില്ല. എനിക്ക് എന്റെ ബ്രൂണോയെ വേണം. അത്രയുള്ളൂ. ഗിവ് മീ മൈ ബ്രൂണോ. ഓക്കെ, നിങ്ങളുടെ കരച്ചിലും മേച്ചിലൊക്കെ അങ്ങ് കോളനി ചെന്ന് ചെയ്താൽ മതി. ഇവിടെ ഒന്നും വേണ്ട, കേട്ടല്ലോ? എനിക്ക് എന്റെ ബ്രൂണോയെ ഇപ്പൊ വേണം. ബ്രൂണോ, ബ്രൂണോ, നീ വിളിക്ക്. ബ്രൂണോ, ബ്രൂണോ. എന്തേ വരുന്നില്ലേ നിന്റെ ബ്രൂണോ? അപ്പൊ ഇവിടെ ഉള്ളത് നിന്റെ ബ്രൂണോ അല്ല. വെയിറ്റ് ഗേൾ, ഹി വിൽ കം. ബ്രൂണോ, ബ്രൂണോ, യുവർ മാഡം ഈസ് ഹിയർ. Get it with me. Get it. I'm your madam. Don't forget that. ഒരു പട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന ഭാഷയോ എന്ത് മാഡമോ എന്നെ മറക്കരുത്. നിനക്ക് എന്ത് പടി? ഞാൻ എന്റെ പട്ടിയോട് അല്ലേ പറയുന്നത്? ബ്രൂണോ, look at this. My Bruno is here. Bruno, Bruno. I miss you a lot. ഞാൻ നിന്നെ ഏറ്റവും മിസ് ചെയ്തെന്ന് അറിയുമോ? You know, you are the good one in the world. No next, no text. My Bruno is the best. ഇങ്ങനെ നമ്മുടെ ടോമി ശരിക്കും ബ്രൂണോ ആയിരുന്നു. നമ്മൾ അവളുടെ പട്ടിയെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നമ്മൾ ചെയ്ത് തെറ്റാ. മാറു, നീ അവളോട് വിളിച്ചു പറഞ്ഞാൽ നന്നായി. അല്ലെങ്കിൽ അവക്കിപ്പോ അവളുടെ ബ്രൂണയെ കിട്ടില്ലായിരുന്നല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അവളുടെ പട്ടിയെ നമ്മൾ എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. നീ കാരണമാ അത് തിരുത്തപ്പെട്ടത്. പക്ഷേ ഞാനല്ല. നീ ഉരുണ്ട് കളിക്കണ്ട, നീ തന്നെയാണെന്ന് എനിക്കറിയാം. Look, this is my Bruno. I gathered him from your house. Don't forget that. I'm very sorry. Sorry? Very sorry? അത് നിന്റെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. അത് സോറി. എന്റെ ചേച്ചി അറിയണ്ട. ഓ, നിന്റെ ചേച്ചിയാണോ ഇത് കട്ടെടുക്കാൻ നിങ്ങളെ സഹായിച്ചത്? എന്റെ വീട്ടിൽ വന്ന ഇതിന് കട്ടെടുക്കാൻ വന്നല്ലേ? ഉളപ്പുണ്ട് നിങ്ങൾക്ക് ലേശം. ഷെയിംലെസ് പീപ്പിൾ. ഞാനായിരുന്നെങ്കിൽ, ഓ മൈ ഗോഡ്, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പൊ തന്നെ ആ ടെറസിന്റെ മേലെ എടുത്ത് ചാടി കാണും. ഓ മൈ ഗോഷ്, എങ്ങനെയൊക്കെ ചെയ്യുന്ന ഒന്നുണ്ടല്ല. ഓ, സോ 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 ക്രിഞ്ച്. അത് നീ പറയുന്നത് കേക്ക്. ഞങ്ങൾ ഇത് നിന്റെതാണെന്ന്
ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിന് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുനിന്ന് കിട്ടിയതാ. കള്ളം പറയുന്നോ? എന്റെ ബ്രൂണോ എങ്ങനെ നിങ്ങളുടെ മുറ്റത്ത് വരാനാ? നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് കട്ടെടുത്തോണ്ട് കൊണ്ടുപോയല്ലേ? മോളെ കിട്ടി. താനേതാ? മാഡം, ഇതാണ് ബ്രൂണോ. ഇവനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവനിവിടെ പാർക്കിലുണ്ടായിരുന്നു. ഞാൻ അവനെ കയ്യോടെ പൊക്കി. അവന് മാഡം വിളിക്കുന്നത് കേട്ട് ഓടി വന്നതാ. ടോമി, വാട്ട്? എന്താ ഇത് ഈ വീട്ടിലുണ്ടായിരുന്നതല്ലേ? ഈ വീട്ടിലോ? മാഡം എന്തൊക്കെയാ പറയുന്നേ? ഇവന് പാർക്കിലുണ്ടായിരുന്നു അവിടെ. ഞാൻ ബ്രൂണോ ബ്രൂണോ എന്ന് വിളിച്ചപ്പോ അവൻ തന്നെ എന്റെ കൂടെ വന്നു. അപ്പൊ മാഡത്തിന്റെ ശബ്ദം കേട്ട് ഇതിലൂടെ പോയപ്പോ ഓടി കയറിയതാ ഇങ്ങോട്ട്. What? താനെന്തൊക്കെയാ ഈ പറയുന്നേ? Shameless. ഞാൻ പറയുന്നൊക്കെ സത്യം മാഡം. What the hell is this? Tommy, ഞങ്ങളുടെ ടോമി. What? What is happening here? മാഡം, അത് അവന്റെ പപ്പി, ഇത് നമ്മുടെ പപ്പി. മാഡത്തിന് എന്തിനാ അവന്റെ ലോക്കൽ പപ്പിയെ? ഇതല്ലേ നമ്മുടെ പപ്പി. നോക്ക്, ഞങ്ങളുടെ ടോമി ഇതാ, നീ കാണ്. ഞങ്ങളുടെ സ്വന്തം ടോമിയാ. നിന്റെ ബ്രൗണിയെ ഞങ്ങൾ എടുത്തോണ്ട് വന്നൊന്നുമല്ല. What? What is happening here? ഈ പട്ടിയെ നിങ്ങൾക്ക് എവിടുന്നാ? എവിടെ? ആ ജെന്നിയുടെ ചേച്ചി. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? ആരുടെ പട്ടി ആരുടെ കൂടെ എപ്പോഴും എങ്ങനെ? ജെന്നിയുടെ ചേച്ചി ഇവിടെ. എന്തൊക്കെയാ ഇവിടെ ഉണ്ടാവുന്നേ? ഞാനൊരു പൊട്ടനാണോ? ഞാനിവിടെ ചെയ്ത കുട്ടിയൊക്കെ എന്താ? അയ്യോ! മാഡം, ഡോണ്ട് വെറി. ഇവരുണ്ടായിരുന്നു പാർക്കില്. നല്ല ഒറ്റയ്ക്ക് ശാന്തയായി ഇരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് പൊട്ടന്മാരെ പോലെ ബ്രോണി ബ്രോണി ബ്രോണിയെ വിളിച്ചപ്പോണ്ട് ഇങ്ങനെ എന്റെ പിന്നാലെ വരുന്നു. ഞാൻ അവനെ കൊണ്ട് ഇങ്ങോട്ടൊന്ന് പോന്നു. അപ്പൊ വഴി വെച്ച് മാഡത്തിന് സൗണ്ട് കേട്ടപ്പോഴേ അവൻ എന്താ ഒരു ചാട്ടം എന്ന് വെച്ചാ. മാഡത്തിന് എന്തിനാ വേറൊന്നിനെ? നമുക്ക് നമ്മുടേത് പോരെ. എന്തിനാ അതിനൊക്കെ വൃത്തിയും വെടുപ്പില്ലാത്ത പട്ടി? വേണ്ട മാം, നമുക്ക് പോവാം. അതല്ലടോ, ഇവിടെ പട്ടി ഉണ്ടെന്ന് എന്നോട് ജോലി പറഞ്ഞതോ. ഇവിടെ പട്ടി ഉണ്ടല്ലോ, അത് പിന്നെ പട്ടിയല്ലേ? ഇതും പട്ടിയാ, എല്ലാവരും പട്ടിയാ. അത് താൻ എനിക്കിട്ട് താങ്ങിയതാണോ? മാഡം വരുന്നേ, നമുക്ക് നമ്മുടെ പട്ടി മതി. വാ പോവാം. ഒരു മഴ പെയ്ത് തോർന്ന ഫീല്. മഴ തോരാൻ വരട്ടെ.